ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +2 എക്കണോമിക്സ് ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കുറച്ചധികം വൺ വേർഡ്സ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ പല ടോപ്പിക്സിൻ്റെയും അതിൻ്റെ ഷേപ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചുകൂടി കൺഫ്യൂസിങ് ആവുന്നതാണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ഒറ്റ വീട്ടിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ മൈക്രോയിലുള്ള സംഭവങ്ങളാണ് നോക്കുന്നത്. സോ മൈക്രോയിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് PPCയുടെ ഷേപ്പ് ചോദിക്കും. ദറ്റ് ഈസ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ ഷേപ്പ് ആണ് എന്താ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അല്ലെ. ആ ഒരു കർവ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. ദാറ്റ് ഈസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, കോൺകേവ് ഷേപ്പ് ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഏതാണ്, P1x1 + P2x2 <= M ആണ്. ഓക്കെ, ഇത് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും, അങ്ങനെ എഴുതാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ്റെ ഇക്വേഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ വേറെയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് ഇത് IC എന്ന് പറയുന്നത് എന്താ, ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺവെക്സ് ആണ്, കോൺവെക്സ് ടു ദ ഓറിജിൻ. ഇനി ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഏതാണ്, MRS. MRS എന്ന് വെച്ചാൽ എന്താണ്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ബൈ ഹാർട്ട് ആക്കിയിട്ട് പോവുക. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് ഇക്വേഷൻ ചോദിക്കാറുണ്ട്. അതായത് Q = F × x1 x2. ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഏതാണ്, Q = F × x1, x2. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത് അതുപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് AP-യുടെയും MP-യുടെയും ഷേപ്പ് ചോദിക്കാറുണ്ട്. AP എന്ന് പറയുമ്പോൾ എന്താ, ആവറേജ് പ്രോഡക്റ്റ്. MPയോ മാർജിനൽ പ്രോഡക്റ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഷേപ്പ് ഒന്ന് തന്നെയാണ്, ഇൻവേർട്ടഡ് U ഷേപ്പ്. ഇതൊക്കെ നമുക്ക് മാറിപ്പോകുന്നതാണ്, അപ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഇൻവേർട്ടഡ് U ഷേപ്പാണ് എന്ത്, AP-യുടെയും MP-യുടെയും ഷേപ്പ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറച്ച് ഷേപ്പുകളാണ് TFCയുടെ ഷേപ്പ്. TFCയുടെ ഷേപ്പ് മീൻസ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പാരൽ ടു X ആക്സിസ്. X ആക്സിസിന് പാരലായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന. ഓക്കെ, അതാണ് TFC. TVC ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ TC ടോട്ടൽ കോസ്റ്റിൻ്റെ ഷേപ്പും ഇൻവേർട്ടഡ് S ഷേപ്പാണ്. ഇത് S ആണ്, ഇൻവേർട്ടഡ് S ഷേപ്പിലാണ് TVCയും TCയും പോകുന്നത്. അതുപോലെ AFCയുടെ ഷേപ്പ്, ഇത് വളരെയധികം പ്രധാനമാണ്. കാരണം ഇത് ഇതെന്താണ്, നമുക്ക് പെട്ടെന്ന് കിട്ടണമെന്നില്ല. AFCയുടെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയാണ്. ഓക്കെ, ഇത് ആക്ച്വലി എന്താണെന്നറിയോ, BOLA എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെയാണ് BOLA. ഓക്കെ, ബോള. ഓക്കെ, അപ്പം AFCയുടെ ഷേപ്പ് പലപ്പോഴും ചോദിക്കാറുണ്ട്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. ഓക്കെ, AFCയുടെ ഷേപ്പ് ആവറേജ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ ആണ്, റെക്റ്റാങ്കുലർ ഹൈപ്പർബോള. അതുപോലെ AVC ആവറേജ് വേരിയബിൾ കോസ്റ്റിൻ്റെയും പിന്നെ SAC എന്ന് പറയുമ്പോൾ എന്താണ്, ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ്. പിന്നെ SMC അഥവാ MC മീൻസ് മാർജിനൽ കോസ്റ്റ് അല്ലേ. അപ്പോൾ ഇത് മൂന്നിൻ്റെ ഷേപ്പ് U ഷേപ്പ്ഡ് ആണ്. ഓക്കെ, ഇൻവേർട്ടഡ് U ഷേപ്പ് എന്നൊന്നും അല്ല പറയേണ്ടത്, U ഷേപ്പ്ഡ് അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. TFCയുടെ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ് TVCയും TCയും, ഇൻവേർട്ടഡ് S ഷേപ്പ്. AFC റെക്റ്റാങ്കുലർ ഹൈപ്പർബോള പ്രത്യേകിച്ച് നോക്കുക. AVC AC MC ഒക്കെ U ഷേപ്പ്ഡ് കർവുകളാണ്. ക്ലിയർ ആണല്ലോ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന നാലാമത്തെ ചാപ്റ്റർ എക്സാമിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള വൺ വേർഡ് ആണ് ഷേപ്പ് ഓഫ് TR. TRൻ്റെ ഷേപ്പ്, ടോട്ടൽ റവന്യൂയുടെ ഷേപ്പ് ഒരു അപ്വേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. എന്ത്, മുകളിലോട്ട് പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് മുകളിലോട്ട് ദിശയിൽ പോകുന്ന ഒരു അപ്വേർഡ് സ്ട്രെയിറ്റ് ലൈനാണ് ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി ഈ PC എന്ന് ഞാൻ ഇട്ടിട്ടുള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഷോർട്ടായിട്ട് എഴുതിയതാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനകത്ത് പ്രൈസ് ലൈൻ എന്ന് പറയുന്നത് എന്തിനൊക്കെ തുല്യമായിരിക്കും, ARനും MRനും DD. ഇതൊക്കെ എന്താ സംഭവം, ആവറേജ് റവന്യൂ, മാർജിനൽ റവന്യൂ, ഇത് ഡിമാൻഡ് കർവ് ആണ്. ഇതിനൊക്കെ തുല്യമായിരിക്കും എന്താ, നമ്മുടെ പ്രൈസ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെയൊക്കെ ഷേപ്പ് മീൻസ് ഒറ്റ ലൈൻ തന്നെയാണ് നമ്മൾ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനാണ്, പാരൽ ടു X ആക്സിസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ X ആക്സിസിന് പാരലായിട്ട് നിൽക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ. ഇതിനെയാണ് നമ്മൾ സ്ട്രെയിറ്റ് ആണ് കേട്ടോ, സ്ട്രെയിറ്റ് ആണ്. ഇതിനെയാണ് നമ്മൾ പ്രൈസ് ലൈൻ എന്നോ AR എന്നോ MR എന്നോ DD എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി അടുത്ത അതിൽ നിന്ന് ചിലപ്പോൾ ചോദിക്കാം, നമ്മുടെ പൈ എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ TRൽ നിന്ന് TC കുറച്ചാൽ മതി. ടോട്ടൽ റവന്യൂ നിന്ന് ടോട്ടൽ കോസ്റ്റ് കുറച്ച് നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. അത് പഠിച്ചു വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് നെക്സ്റ്റ് നോക്കേണ്ടതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്താണെന്നുള്ളത്. ബ്രേക്ക് ഈവൻ പോയിന്റ് 2 മാർക്സിനൊക്കെ എഴുതാനും ചോദിക്കാറുണ്ട്. ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുമ്പോൾ TRും TCയും തുല്യമാകുന്ന ഒരു പോയിന്റ് ആണ്. മീൻസ് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും എന്താണ്, ഈക്വലായി വരുന്ന ഒരു സന്ദർഭമാണ് ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. TRും TCയും ഈക്വലായി വരുന്നു. ഇത് എഴുതിയാൽ തന്നെ നമുക്ക് ഇവിടെ മാർക്ക് കിട്ടും. ഇത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. TRും TCയും തുല്യമാവുന്ന പോയിന്റാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഇനി ഷേപ്പ് ഓഫ് SS എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, സപ്ലൈ കർവാണ്. ഞാനത് ഷോർട്ടായിട്ട് എഴുതിയിട്ടുള്ളത്. സപ്ലൈയുടെ ഷേപ്പ് എന്ന് പറയുന്നത് അപ്വേർഡ് സ്ലോപ്പിംഗ് കർവാണ്. എന്ന് പറയുമ്പോൾ
ഇങ്ങനെയാണ് പോകുന്നത്. അതായത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നീറ്റായോ ഒന്നുകൂടി വരച്ച് വെക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മുടെ സപ്ലൈ പോകുന്നത്. എന്നാൽ ഡിമാൻഡ് എങ്ങനെയാണ് പോകുന്നത്? ഈ ഒരു ലെവലിലാണ് പോകുന്നത്. മനസ്സിലായോ? ഒന്നുകൂടി നോക്കിക്കോളൂ. ഇത് സപ്ലൈ, ഇത് ഡിമാൻഡ്. ക്ലിയർ ആണല്ലോ? ഇനി ആ ഒരു ചാപ്റ്ററിൽ തന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കാണാൻ പറ്റും. നമ്മുടെ ലാഭം പരമാവധി ആകുന്ന ഒരു അവസ്ഥ. അപ്പോൾ ലാഭം പരമാവധി ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈഡ് ആവണം. ആ 3 കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. ഇത് വൺ വേർഡ് സെക്ഷനിലും ചോദിക്കാം. ഇത് എസ് എ ടോപ്പിക്കാണ് ആക്ച്വലി. നോക്കൂ, എങ്കിലും ഇതുകൂടി പഠിച്ചിട്ട് പോകണം നന്നായിട്ട്. MC/MR ഈക്വൽ ആവണം. MC കർവ് ഷുഡ് കട്ട് MR കർവ് ഫ്രം ബിലോ. MC/MR എന്താണ്? താഴെ നിന്ന് കട്ട് ചെയ്യണം. പ്രൈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു AVC ഇൻ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിലെ പ്രൈസ് നമ്മുടെ AVCക്ക് ഗ്രേറ്റർ ദാനോ അല്ലെങ്കിൽ ഈക്വൽ ആയി നിൽക്കണം. ലോങ് റണ്ണിൽ അതുപോലെ തന്നെ പ്രൈസ് LRICക്ക് ഗ്രേറ്റർ ദാനോ ഈക്വൽ ആയിട്ട് നിൽക്കണം. ജസ്റ്റ് ഒന്ന് അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. വേറെ കുറച്ച് ജനറൽ ആയിട്ട് ചോദിക്കുന്ന സംഭവങ്ങളാണ്. പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈക്രോ എക്കണോമിക്സ് ആണ്. മൈക്രോ എന്ന് മാത്രമല്ല, മൈക്രോ എക്കണോമിക്സ് എന്ന് ഫുൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നതാണ് ഏത്? മൈക്രോ എക്കണോമിക്സ്. അത് പലപ്പോഴും വൺ വേർഡ് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ഇൻകം തിയറി എന്നറിയപ്പെടുന്ന ഏതാണ്? മാക്രോ എക്കണോമിക്സ് ആണ്. സോ പ്രൈസ് തിയറി മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഇൻകം തിയറി മാക്രോ എക്കണോമിക്സ്. ഇതിലേതെങ്കിലും ഒന്ന് ഉറപ്പായിട്ട് ചോദിക്കാറുണ്ട്. ഇനി ഡാഷ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർഗോൺ എന്ന് ചോദിച്ചെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് അവിടുത്തെ ആൻസർ. മറ്റേ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ലേ, അതാണ് MOC. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും വൺ വേർഡ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇതൊരു വൺ വേർഡ്സ് എന്നുള്ളതിനപ്പുറം എന്താണ് പറയുക, നമ്മൾ കൂടുതലും പഠിച്ചത് പല എന്താണ് പറയുക PPC പോലുള്ള അങ്ങനെയുള്ള പല കോൺസെപ്റ്റ്സിൻ്റെയും ഷേപ്പൊക്കെ ആയിരുന്നു കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം ഇതിന് ഏതെങ്കിലുമൊക്കെ നമുക്ക് വൺ വേർഡ്സിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, പക്ഷേ ഇത് നമുക്ക് എന്താണ് മൊത്തത്തിൽ കൺഫ്യൂസിങ് ആയി പോകുന്നൊരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഓക്കെ, അപ്പം എന്തായാലും ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവാം. ഇതിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാളത്തെ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി ശ്രമിക്കുക.